സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം കണ്ടുകൊണ്ട് പട്ടികജാതി വിഭാഗങ്ങളിൽ ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ കമ്മ്യൂണിറ്റികൾക്കും ഞങ്ങൾ സംവരണം കൊടുക്കാം. കർണാടകയിൽ ചെന്നിട്ട് മടിക വിഭാഗം തരാമെന്ന് പറയുന്നു, മഹാരാഷ്ട്രയിൽ ചെന്നിട്ട് വാൽമീകി കൊടുക്കാം എന്ന് പറയുന്നു, മണിപ്പൂരിൽ മെയ്റ്റികൾക്ക് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ വലിയ സാമുദായിക വർഗീയ സംഘർഷങ്ങൾ ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രതിഫലനം ആവശ്യാർത്ഥം ഉണ്ടാക്കിയ ഒരു വിധിയാണെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധി റദ്ദാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണം. ഒപ്പം സബ് ക്ലാസിഫിക്കേഷന് പരിഗണിക്കപ്പെടുന്ന താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റികൾ രാജ്യത്തുണ്ട്. നമ്മുടെ നാട്ടിൽ SC, വേടൻ, ചക്ലിയ, പിന്നെ നായാടി, കല്ലാടി തുടങ്ങിയ വിഭാഗങ്ങൾ മോസ്റ്റ് വൾണറബിളായി കണക്കാക്കുന്നു. ഷെഡ്യൂൾ ട്രൈബിൽ പണിയാടിയ കാട്ടുനായ്ക്ക വിഭാഗങ്ങളുണ്ട്. ഇവർക്കുള്ള സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ജാതി ലിസ്റ്റിനെ തകർക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി വരണം. എന്നാൽ ഈ വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോസ്റ്റ് വൾണറബിൾ എന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ആ പരിഗണന വരട്ടെ. അങ്ങനെ ഒരു നിയമനിർമ്മാണം നടക്കട്ടെ. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ സംവരണം ഫലപ്രദമായി നടപ്പാക്കുന്നില്ല എന്ന് ഇവർക്കും അറിയാം. പിൻവാതിൽ നിയമനം നടക്കുന്നു, അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി നടക്കുന്നു. എന്തായാലും സംവരണത്തിനുള്ള ആനുകൂല്യം പകുതി കണ്ടായി കുറഞ്ഞിട്ടുണ്ട് രാജ്യത്ത്. ജുഡീഷ്യൽ സംവരണമേ ഇല്ല. അതുകൊണ്ട് ജുഡീഷ്യറി പൊതുമേഖല, എയ്ഡ്, പ്രൈവറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമഗ്രമായ സംവരണ പരിരക്ഷ നൽകുകയും അതോടൊപ്പം ഇതുപോലെ വീക്കർ കമ്മ്യൂണിറ്റികൾക്ക് പ്രത്യേക പരിഗണന നൽകണം. ഒന്നുകിൽ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് നൽകുക, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒരു തത്വം പാർലമെന്റ് അംഗീകരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു റോസ്റ്റർ നടപ്പാക്കുക തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ട് ഒരു നിയമം നടപ്പാക്കിക്കോട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. ബദൽ മാർഗം പറയുന്നത്. ഈ വിഷയം